കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച വീഡിയോ പ്രാങ്ക് എന്ന് മൊഴി. പിണങ്ങിപ്പോയ കുട്ടിയുടെ അമ്മ മടങ്ങി വരാൻ ചിത്രീകരിച്ച പ്രാങ്ക് വീഡിയോ എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വലിയ സങ്കടവും നൊമ്പരവും തോന്നിയിരുന്നു. പക്ഷേ അതൊരു പ്രാങ്ക് വീഡിയോ ആണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തർത്ഥത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മനു, ഇത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയുടെ കീഴിലുള്ള ഇന്നലെ ഈ ഒരു സംഭവം ചിറ്റാരിക്കൽ ചട്ടമലയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു പിതാവ് 8 വയസ്സുള്ള മകളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും കുട്ടി കരയുന്നതിന്റെയും എല്ലാം തന്നെ ദൃശ്യങ്ങൾ വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇത് ഈ പിണങ്ങിപ്പോയ കുട്ടിയുടെ അമ്മ തിരിച്ചു വരാനായി ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തതാണ്. കുട്ടിയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മ തിരിച്ചു വരും, അതിനുവേണ്ടി മൂത്ത കുട്ടി പറഞ്ഞതനുസരിച്ച് ആ മൂത്ത കുട്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. അങ്ങനെ ചിത്രീകരിച്ച വീഡിയോയാണെന്നാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു മർദ്ദനത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൗരവമായി ഇപ്പോൾ ഈ വിഷയം എടുത്തിട്ടുണ്ട്. ഈ കുട്ടിയെയും അതോടൊപ്പം തന്നെ മൂത്ത കുട്ടിയെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മനു, ശരി. ഒപ്പം തന്നെ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഈ പിണങ്ങിപ്പോയ അമ്മ മടങ്ങി വരാൻ വേണ്ടി ചിത്രീകരിച്ച വീഡിയോ എന്നാണ്. നോക്കൂ സന്തോഷം, അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്. ഒരു മൊഴി പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ സാഹചര്യം നമ്മളോട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്നതാണ് ആ കുഞ്ഞിന് ക്രൂരമായ മർദ്ദനമേൽക്കുന്നു, വലിയ നൊമ്പരമുണ്ടാകുന്നു, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് ഇവരെ പോലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ നടപടിയെടുത്ത് ബോധ്യപ്പെടുത്തേണ്ട വലിയൊരു സാഹചര്യം കൂടി വരികയാണ്. തീർച്ചയായും അത് തന്നെയാണ്. പോലീസ് ഇയാൾക്കെതിരെ നിയമ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് ഏത് രീതിയിൽ ഏത് തരത്തിലുള്ള ന്യായീകരണമായാലും അത്തരത്തിലുള്ള ഒരു ചെറിയ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുക എന്നുള്ളത് നിയമവിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് പോലീസിന് അത് സ്വമേധയാ, പരാതി ഇല്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ട് പോലീസിന് അത്തരത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പിതാവിനെ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ശരി. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.